ചിഹ്നം തടസ്സമായെന്ന് ചിറ്റൂരിൽ പരാജയപ്പെട്ട മുരുകദാസ്. പുതിയ പാർട്ടിയായ ISJD-യായാണ് ഇത്തവണ മത്സരിച്ചത്. അതുകൊണ്ട് പേര് പുറകിലായി. അതിന് തൊട്ടടുത്തു തന്നെ സ്വതന്ത്രനായ അപരന്റെ പേരും വന്നു. കേരളത്തിലെ തരംഗത്തിലും വലിയ തിരിച്ചടി ചിറ്റൂരിലുണ്ടായില്ലെന്നും മുരുകദാസ് പറഞ്ഞു. അത് കഴിയുമ്പോഴാണ് സ്വതന്ത്രന്മാർക്കുള്ള നിലയിലുള്ള കാറ്റഗറി. ഇവിടെ മറ്റ് പാർട്ടിയുടെ രജിസ്റ്റേർഡ് പാർട്ടികളോ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളില്ലായിരുന്നു. രണ്ട് പാർട്ടികൾ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി, നമ്മളൊരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഒരേ പേര് വന്നതാണ്. ആൽഫബറ്റിക് അനുസരിച്ച് തൊട്ടടുത്ത സ്ഥാനത്ത് അത് വന്നു. ചിഹ്നങ്ങൾ തമ്മിലും സാമ്യമുണ്ടായി. അത് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയായി. അപരൻ എന്ന നിലയിൽ അല്ല, ആ കാൻഡിഡേറ്റ് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന് ഈ തരത്തിലൊരു ചിഹ്നം ഉണ്ടെന്നൊന്നും ഒരു പ്രചരണം തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ മോതിരത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് മോതിരമെന്ന് ധരിച്ച് ഈ പറഞ്ഞ സംബന്ധിച്ചത് വോട്ട് രേഖപ്പെടുത്തി. 1984 വോട്ടാണ് അവർ അത്തരത്തിൽ നേടിയത്. പരസ്യമായി അവർ ശ്രമിച്ചതിൻ്റെ അതും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. മാലയിലേക്ക് വന്ന് വോട്ട് ചെയ്യാൻ ആരും വന്നില്ല. മോതിരത്തിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു വന്നവരാണ് ഈ നെക്ലസിൽ വോട്ട് ചെയ്തിരുന്നത്. അത് ഞങ്ങൾക്ക് ഉള്ളത് എന്താ വെച്ചാൽ, മോതിരം വന്നത് പുതിയ ചിഹ്നമായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പുതിയ ചിഹ്നമാണ്. ആ ചിഹ്നം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് വളരെ വേഗം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ആണ് ആളുകളുടെ ഇടയിൽ. അതൊരു മോതിരമാണ്, മോതിരത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന കാഴ്ച ഉണ്ടായിരുന്നു, വയസ്സായ ആളുകൾ ഉൾപ്പെടെ. പോളിംഗ് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വന്നതിന് ശേഷം നമ്മൾ ഈ ബാലറ്റിന്റെ മോഡൽ കാണിച്ചു കൊടുത്തപ്പോൾ ഏതാണ് മോതിരം എന്ന് ചോദിച്ചിട്ട് ഈ നെക്ലസിലേക്ക് പോകുന്ന ചില സംഭവങ്ങളായിരുന്നു നമ്മൾ. പക്ഷെ എന്നാലും ഇത്രത്തോളം അത് ഇത്രയധികം വോട്ടുകൾ അതിലേക്ക് മാറും, കുറച്ചുകൂടെ മാറുമെന്ന് പ്രതീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നമുക്ക് അത്തരത്തിൽ അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചില പ്രത്യേകിച്ച് വീട്ടിലെ വോട്ടൊക്കെ വന്ന സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കരുതലൊക്കെ ചെയ്തിരുന്നു. 3-ാം നമ്പർ എന്നുള്ള നിലയിലൊക്കെ കരുതലൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇത്രത്തോളം അത് ബാധിക്കും എന്ന് പ്രതീക്ഷിച്ചു. അതാണ് ആളുകൾ വലിയ മോതിരം എന്നാണ് പല ആളുകളും അതിനെ വിചാരിച്ചത് എന്നുള്ളത്. സുമേഷ് അച്യുതനാണ് ചിറ്റൂരിൽ UDF-ന് വേണ്ടി വിജയിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.